Hey guys, welcome back to my YouTube family Crazy Vibes with Surya. സോ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫംഗ്ഷന് പോവാണ് കേട്ടോ, ഒരു മാമോദീസ ഫംഗ്ഷൻ. ഞാനേ ഈ വീഡിയോയുടെ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ എത്ര നാളായില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. സത്യം പറയാലോ, മടിയാണ് പ്രധാന പ്രശ്നം. നോക്കട്ടെ കേട്ടോ, ഇനി വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാം. കാരണം എനിക്ക് പൊതുവേ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇഷ്ടമാണെന്നുള്ളത്. കാരണം വാച്ചിങ് അവേഴ്സൊക്കെ കിട്ടുന്ന കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെ അതെ, ഞങ്ങളെല്ലാവരും റെഡിയായി. ഞാൻ റെഡി ആവുന്നൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, നന്ദു. ഞങ്ങളും കൂടെ കുഞ്ഞിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു കുഞ്ഞിൻ്റെ വീട്. പക്ഷെങ്കിൽ എൻ്റെ പൊന്നോ, ഒരു മലയിലൊക്കെ ചെന്ന് നമ്മളങ്ങ് കയറുന്ന പോലെയായിരുന്നു. എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ പേടിയാവുന്നു കേട്ടോ. നല്ല കുത്ത് കയറ്റമായിരുന്നു. നമ്മൾ ഈ തേര് കയറി പോകുന്നു എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ. അങ്ങനെ നല്ല കയറ്റമായിരുന്നു. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടെ കേട്ടോ. നമ്മളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട്. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആ ടൈമിൽ കുറേ ട്രാവലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ പിന്നെ വീട്ടിലിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നന്ദുവിനെ കാണുന്നതും ഒക്കെ. എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ നന്ദു വരും. അതല്ലെങ്കിൽ ഞാനിങ്ങനെ വിളിക്കണം, ഒന്ന് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വന്ന് കാണും. അങ്ങനെ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ട്. പക്ഷേ ഈ ട്രാവലിംഗ് ബസ്സിൽ ഈ വെയിലും പിടിച്ച് പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. അതാണ് സത്യാവസ്ഥ. ഇതാ കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ സ്ലോ മോഷൻ ഇട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ഉയരത്തിലേക്ക് നമ്മൾ വണ്ടി കയറി പോകുന്നത് ഫീൽ ചെയ്യാത്ത. നല്ല കയറ്റമായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ നേരെ ഇങ്ങനെ കുത്തനെ ഇരിക്കുന്ന പോലെ ആയിരുന്നു ഇത്. പക്ഷെ ഫോണിൽ കാണുമ്പോൾ അത്രയും ഫീൽ ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അതെ അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. പിന്നെ ഇത് നന്ദുവിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാട്ടോ. അവൻ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ നല്ല വണ്ടിയാട്ടോ, അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ AC ഒക്കെ അടിപൊളിയാണ്. അതൊന്ന് സെൻ, അതെ, നല്ല വണ്ടിയാണ്. അവൻ ഈ റീസെൻ്റ്ലി വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് പെട്ടെന്ന് പോയിട്ടൊരു വണ്ടിയൊക്കെ എടുത്തല്ലേ. ആമ്പിള്ളേരുടെ കാര്യം അങ്ങനെയൊക്കെ അടിപൊളിയല്ലേ. ഞാനപ്പോൾ അങ്ങനെ നമ്മളിതേ അവിടേക്ക് നടന്നിറങ്ങി പോവാട്ടോ. അത്യാവശ്യം നല്ല കുണ്ടും കുഴിയൊക്കെ ഉള്ള വഴിയായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് മര്യാദയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ നന്നായിട്ട് അവിടെ ഒന്ന് വീണ് കിടക്കാം. അപ്പം അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പതിയെ ഇറങ്ങി. സത്യത്തിലേ ഇവിടെ ഒട്ടും വെയിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തിരി പ്രകാശം വന്നാലായി. അത്രയും മരങ്ങളൊക്കെ നിന്നിട്ട് അവിടെ ചൂടധികം ഇല്ല കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ എന്തൊരു ചൂടാണെന്നറിയോ. പിന്നെ ഞാൻ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ മംസ് മാജിക്കിന്. അവിടെ എങ്ങാനും കളഞ്ഞു പോയോ എന്ന് അറിയില്ലല്ലോ. കാരണം അമ്മയ്ക്ക് ഈ മുട്ടിന് തേയ്മാനമൊക്കെ ഉള്ളത് കൊണ്ട് ഈ വഴി കണ്ടപ്പോഴേ എനിക്ക് അമ്മ ഇങ്ങനെ ഒന്ന് അന്തിച്ച് എന്നെ നോക്കുന്നുണ്ടായിരുന്നു, എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാണ് അവരുടെ വീട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു വലിയ മല കയറി ചെന്നിട്ട് ആ മലയിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് അവരുടെ വീട്. എന്തായാലും നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. അത്ര ഇറങ്ങി കയറ്റമൊക്കെ കയറിയപ്പോൾ തന്നെ മടുത്തു. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പെസിഫൈ ഇതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ നേരത്തെ അവർക്ക് ഫാം എന്തോ ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇപ്പം അവിടെ ഒരു പട്ടിക്കുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിനെ കണ്ടില്ലായിരുന്നു ആദ്യം. പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടത്. ഏകദേശം ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഫുള്ള് കംപ്ലീറ്റ് ഇവിടെ ചെടികളുണ്ട്. കാരണം ആരാന്ന് എനിക്കറിയില്ല, അവിടുത്തെ മോളായിരിക്കും. പക്ഷേ സ്നേഹ ആരാണെങ്കിലും നന്നായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും വേനലിലും അതൊക്കെ നല്ല പൂത്ത് നല്ല പൂക്കളൊക്കെ ഇട്ട് നല്ല ഈ ലില്ലിയൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഇപ്പം മൺമറഞ്ഞു പോയാച്ച്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഇത് ജോമോൾ ചേച്ചിയുടെ റിലേറ്റീവിൻ്റെ വീടാണ്. സോ അഡോണി ഇവിടെ ചേച്ചീനെയും കുഞ്ഞിൻ്റെയൊക്കെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞാവ് ഇവിടെ കുറുക്കൊക്കെ കുടിച്ച് എന്താ പറയുക തക്കുടുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ എല്ലാവരുടെ അടുത്തും പോകുന്ന ഒരു വാവയാട്ടോ, ഒരു വഴക്കും ഇല്ല. ഞാനാണെങ്കിൽ ഇവിടെ ഹൗസ് വാമിങ്ങിന് വന്ന ടൈമിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. എല്ലാവരുടെ അറമ്പിലും പോകട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചു. അപ്പോൾ അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ആയിരുന്നല്ലോ. സോ അനന്തുവിനെ ഞാൻ ഇവിടെ ഇരുത്തിയിട്ട് ജോമോളേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ജസ്റ്റ് ഒന്ന് സാരി ഉടുപ്പിച്ച് തരുമോ, പിന്നെ ആ ഹെയറും ഒന്ന് കെട്ടി തരുമോ എന്ന്. നമ്മളൊട്ടും പ്ലാൻഡ് ആയിട്ട് പോയതല്ലായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ സഡനായിട്ട് നമ്മൾ ഹെയറൊക്കെ ഒന്ന് ജസ്റ്റ് അറിയാവുന്ന പോലെ കെട്ടിക്കൊടുത്തു. ദെൻ സാരി ഉടുപ്പിച്ചു. പിന്നെ എൻ്റെ തലയിൽ അന്ന് എൻഗേജ്മെൻറ്റിന് വെച്ചൊരു ആക്സസറിയാണിത്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ആ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടാൽ അറിയാം, അതിൽ കുറേ നിലത്തൊക്കെ കിടന്നിട്ടുള്ള ഫോട്ടോ ഉണ്ട്. അങ്ങനെ അത് കുറച്ച് ബ്രേക്കായി.
എങ്കിലും ഞാനത് അവിടെ തലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ അതേ നന്ദു ഇവിടെ കുഞ്ഞിൻ്റെ കൂടെ ഭയങ്കര കളിയും ചിരി. അവൻ എന്ത് ഹാപ്പി ആയിട്ടാ ഇരിക്കുന്നതെന്ന് നോക്കിയോ, ഒരു പ്രശ്നവുമില്ല പുള്ളിക്കാരന്. ഞാൻ നന്ദുവിൻ്റെ അടുത്ത് തമാശയ്ക്കല്ല സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ, നന്ദു ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞാന്നേ പറയൂ, കാരണം സെയിം ഫേസ് കട്ട്, അവൻ്റെ സെയിം സ്കിൻ കളറൊക്കെ പോലെ തോന്നി. അത് തന്നെയല്ല, അവൻ ഭയങ്കര കാര്യമൊക്കെ പറയാം ആ കുഞ്ഞിൻ്റെ അടുത്ത്, എന്തൊക്കെയോ. എന്തായാലും അത് കാണാൻ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, അമ്മയും പറഞ്ഞു അനന്തു എടുത്തേക്കുന്ന കണ്ട അനന്തുവിൻ്റെ കുഞ്ഞിനെ പോലെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ജോമോളേച്ചി അത് റെഡിയാക്കി എടുത്തു. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് ഒന്നും തേച്ചിട്ടില്ല. തലമുടി കെട്ടി ആ സാരി ഒന്ന് വെറുതെ ചുറ്റി കൊടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, അങ്ങനെയൊക്കെ ഒരുക്കി കൊടുത്തത്. ഫസ്റ്റ് ടൈമാണ് അവൾ അങ്ങനെയൊക്കെ ആ ഒരു ലുക്കിൽ ഒരുങ്ങുന്നതെന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ആ ചെടികളൊക്കെ കുറച്ച് നേരം ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ കുറച്ച് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് അഡോണിസ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് മുത്തേ വാ മുത്തേ ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വലിയ കാര്യത്തിൽ കൊണ്ട് കാണിച്ചു കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയായിരുന്നു, എൻ്റെ പുറകിൽ ഇദ്ദേഹം മറ്റേ നമ്മൾ ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോകുന്ന പോലെ ഒരു എന്താ പറയുക റാലിക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ നമ്മളങ്ങ് മേളി ചെല്ലണം, വണ്ടിയുടെ അടുത്ത് ചെല്ലണമെങ്കിൽ ഒന്നും പറയണ്ട. അതോ അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ശ്വാസമൊക്കെ നിലച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നി. ഡെയിലി നമ്മൾ ഈ തേരൊന്നും അങ്ങനെ കയറ്റം ഒന്നും കയറുന്നില്ലല്ലോ. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുക്കിയത് കൊള്ളാമോ, സാരിയൊക്കെ ഉടുപ്പിച്ച കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. നല്ല രസമുണ്ട്. എനിക്കും പൊതുവെ അവൾക്ക് അങ്ങനെ ഒരുക്കി കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നന്നായിട്ട് ഒരുക്കിയായിരുന്നു, എന്ത് നല്ലതായിരുന്നു അല്ലേ. അതിനുവേണ്ടി സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോയില്ലല്ലോ. പിന്നെ നമ്മൾ കുഞ്ഞിനെ നമ്മുടെ കൂട്ടത്തിൽ ആക്കി കേട്ടോ. അവനൊരു പ്രശ്നമില്ല, ചർച്ചിൽ വരുന്നിടം വരെ ഞങ്ങളുടെ കൂടെ വണ്ടിയിലാണ് വന്നത്. അങ്ങനെ ചേച്ചിയുടെ റിലേറ്റീവ്സ് എല്ലാം ഉണ്ട്, കുഞ്ഞിൻ്റെ മാമോദീസയാണല്ലോ. അങ്ങനെ ഞാനും അഡോണീസും എല്ലാവരും പള്ളിയിലൊക്കെ എത്തി. മാമോദീസ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ, അതൊക്കെ ഭയങ്കര അൺനെസസറി ആയിട്ട് എനിക്ക് തോന്നി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പാലപ്പം, ചിക്കൻ സ്റ്റൂവും, ഹൽവ, പിന്നെ ഒരു പഴം, അതൊക്കെയായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വലുതായിട്ട് ഷൂട്ട് ചെയ്തില്ല, ഉള്ളതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നന്ദുവിന് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് എടുത്ത ഡ്രസ്സ് എനിക്ക് പണി തന്നു ഗൈസ്, കാരണം അവനത് ചെറുതായിരുന്നു. അപ്പോൾ ഒരു സൈസ് കൂട്ടി മാറ്റി വാങ്ങിയപ്പോൾ ഒരു പെർഫ്യൂം അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഇവിടെ നമ്മുടെ ഹാപ്പ് ഡെയിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐസ്ക്രീം പാർലറാണിത്. ഇവിടെ ജസ്റ്റ് അമ്മയ്ക്കൊരു പാക്കറ്റ് തൈര് വാങ്ങണമായിരുന്നു, അപ്പോൾ അതും കൂടെ ഉദ്ദേശിച്ച് കയറിയതാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീംസ് ഒക്കെ ഒരുപാട് എടുത്തു. ഓൾറെഡി ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ വരെ ഇവിടെ ഐസ്ക്രീം കിട്ടും കേട്ടോ. ഭയങ്കര ക്യാൻഡി ടൈപ്പ് ലവ് ഹാർട്ട് ഷേപ്പിലൊക്കെ വരുന്ന നല്ല നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. ഭയങ്കര യമ്മിയാണേ. അങ്ങനെ നമ്മളിവിടുന്ന് കുറേ ഇതില്ലേ, ഇതൊക്കെ ഭയങ്കര അരുൺ ബൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റി, അതൊക്കെ കഴിക്കാട്ടോ. ഞാനൊരു ബെറി ലവറാട്ടോ. എനിക്ക് ഈ ബ്ലാക്ക് ബെറി, ഗ്രേപ്പിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആരെങ്കിലും ഈ ബെറി ഐറ്റംസിൻ്റെ എന്താ പറയുക ഇതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ. കാരണം പൊതുവേ ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞാലും എല്ലാവരും അയ്യേ ബെറിയോ ഇങ്ങനെ ചോദിക്കും. എനിക്കറിയില്ല, എനിക്ക് ബെറി ഐറ്റംസ് ഭയങ്കര ഇഷ്ടം. ഈ ബ്ലൂബെറി, ബ്ലാക്ക് ബെറി, അതിൻ്റെയൊക്കെ എന്തെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മളിതേ ബില്ല് ചെയ്ത് വന്നപ്പോൾ ഇത്ര ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ അമ്മ വണ്ടിയിൽ വന്നിരുന്നപ്പോൾ തൊട്ടേ അത് കഴിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് ഈ ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ പറയായിരുന്നു ആ പാക്കറ്റ് കംപ്ലീറ്റ് വിഴുങ്ങല്ലേ എന്ന്. ഒരു മടിയില്ല. അമ്മയ്ക്ക് അങ്ങനെ വലിയ ഫോൺ പിടിക്കുന്നു അല്ലെ ആൾക്കാർ കാണും അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കാരിക്ക് എന്താണോ ഭയങ്കര കൂളാണ് ആള്. അങ്ങനെ ഞാനും കുറേ ഐസ്ക്രീംസ് ഒക്കെ വണ്ടിയിലിരുന്ന് കഴിച്ചു. എനിക്കിത് കഴിക്കുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ കൊച്ചിലെയൊക്കെ ആണെങ്കിൽ ഇത് ഈ ഒരു ഐസ്ക്രീം ഇല്ലേ, ഈ ഒരു സ്റ്റിക്കില്ലേ, ഇത് വന്നിട്ട് നമ്മൾ അതുവഴിയൊക്കെ ഓരോ അമ്മമാരിങ്ങനെ ടിൻ 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 അടിച്ചു പോകുമല്ലോ. അപ്പം അമ്മ പറയും അത് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലൊക്കെ കടയിലൊക്കെ പോയിട്ട് ബാക്കി കിട്ടുന്ന പൈസ ഇങ്ങനെ സ്വരൂക്കൂട്ട് വെക്കുമല്ലോ. എന്നിട്ട് അതിന് അമ്മയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും ആ മാമൻ അതുവഴി ടിങ് ടിങ് അടിച്ചു പോകുന്ന ഒരൊറ്റ ഓട്ടം ഉണ്ട്. ഓടിയിട്ട് എന്ന് മേടിച്ച് കഴിക്കുക. എൻ്റെ ആ ടൈമിലൊക്കെ സേമിയയുടെയൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അന്നത്തെ കാലത്ത് അത്രയും വിവരം ഇല്ലല്ലോ. ഇന്നാണ് ഞാനത് വാങ്ങി കഴിക്കില്ല കേട്ടോ. ഏതൊക്കെ വെള്ളത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അന്ന് അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു സന്തോഷമൊക്കെ അതൊക്കെ ആരെങ്കിലും വാങ്ങിയൊക്കെ തരുമ്പം ആ ഒരു നൊസ്റ്റാൾജിയ വെച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിവേ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച്
ടയേർഡായി. പിന്നെ അനന്തുവിൻ്റെ സൺഗ്ലാസ് കാണുമ്പോൾ എനിക്കുള്ള രോഗമാണ്, അത് വെറുതെ എടുത്ത് വെച്ച് 2 ഷോ കാണിക്കാന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. പൊതുവെ അനന്തു എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോഴേ എന്നെ വരത്തുള്ളൂ വീട്ടിൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയണം ഒന്ന് വരുമോ അങ്ങനെ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തു. അപ്പോൾ അനന്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും this is bye from Surya from Crazy Vibes. Bye bye, take care.